മുഖക്കുരു ഇന്ന് എല്ലാവർക്കും ഒരു സൗന്ദര്യ പ്രശ്നമായി മാറിയിരിക്കുകയാണല്ലേ. ഈ മുഖക്കുരു മാറ്റിയെടുക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സാധാരണയായി 12 വയസ്സ് മുതൽ 40 വയസ്സിനിടയിലാണ് ഈ മുഖക്കുരു കാണുന്നത്. ഓയിലി സ്കിന്നുള്ള ആളുകൾക്കാണ് കൂടുതലായും മുഖക്കുരു വരുന്നത്. ചർമ്മത്തിലെ ഈർപ്പഗ്രന്ഥികളായ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തന തകരാറുകൊണ്ടോ രോമകൂപങ്ങൾക്കിടയിൽ അഴുക്ക് നിറയുന്നതുകൊണ്ടോ അണുബാധ കൊണ്ടൊക്കെയാണ് മുഖക്കുരു ഉണ്ടാവുന്നത്. സ്ത്രീകൾക്ക് ആർത്തവകാലം അടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് മുഖക്കുരുവിന് വലിയൊരു കാരണമാണ്. പിന്നെ PCOD, PCOS ഇവയെല്ലാം മുഖക്കുരു അധികമാക്കുന്നു. ചർമ്മം കൃത്യമായി സംരക്ഷിക്കാതിരിക്കുകയോ ചർമ്മത്തിൽ എണ്ണമയം ഇരിക്കുകയോ ചെയ്താലും മുഖക്കുരു വരാം. തലയിൽ താരനുണ്ടെങ്കിൽ അത് മുഖക്കുരു ഉണ്ടാക്കും. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ നിങ്ങൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അതും മുഖക്കുരുവിനൊരു കാരണം തന്നെയാണ്. മുഖക്കുരു ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യം ചെയ്യേണ്ട കാര്യം, മുഖക്കുരു ഞെക്കുകയോ പൊട്ടിക്കുകയോ ചെയ്യാൻ പാടില്ല. ഒന്നിലധികം ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ ഒരേ സമയം നിങ്ങൾ മുഖത്ത് ഉപയോഗിക്കാതിരിക്കുക. ഹെയർ ഓയിലിൻ്റെ ഉപയോഗം മിതപ്പെടുത്തുക. പറ്റുമെങ്കിൽ ഹെയർ ഓയിൽ ഉപയോഗിക്കാതിരിക്കുക. എണ്ണമയം കൂടുതലുള്ള ചർമ്മങ്ങളിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കുക. ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക. സ്വീറ്റ്സും മധുര പലഹാരങ്ങളും ഒഴിവാക്കുക. പാൽ ഉൽപ്പന്നങ്ങളും അമിതമായിട്ട് കഴിക്കാതിരിക്കുക. പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. മുഖം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഇനി ഒരു കാര്യം കൂടി പറയാം. എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള ഒരു ഒറ്റമൂലി ക്രീം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മുഖക്കുരുവിന് വേണ്ടിയിട്ട് ക്രീമുകൾ ഉപയോഗിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മുഖക്കുരു മാറ്റിയെടുക്കാൻ കഴിയും.